ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവർക്കും സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ കുറച്ച് പാറ്റേൺ വർക്കൊക്കെ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്, ഷോപ്പിൽ തയ്ച്ചാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കുറച്ചുള്ളവർക്ക് നടുവിൽ ഇങ്ങനെ ഒരു ടക്ക് ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ടാണെങ്കിൽ നല്ല നീറ്റായിട്ട് ടിപ്പായിട്ട് നിന്നോളും. അപ്പോൾ അതാ ഞാൻ കൈ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിൽ നോക്കി ഇൻവിസിബിൾ സിബാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതും കൂടെ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ബ്ലൗസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതാ ബോട്ട് നെക്കാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെയിറ്റ്, അതായത് ഫ്രണ്ട് കുറച്ച് അധികം ഉള്ളവർക്ക് ഇതുപോലെ ടക്കൊക്കെ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ താഴ്ഭാഗത്ത് കട്ടിങ് വെച്ച് കൊടുക്കാം, നമുക്ക് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി സിബ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. താഴ്ഭാഗത്തൊരു ഹുക്ക് ഉണ്ട്, ഹുക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സിബ് മുകളിലേക്കാണ് കേട്ടോ ഓപ്പൺ ചെയ്യണത്. ഇതുപോലെ ഇരിക്കണം. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരിക്കലും ബ്ലൗസിന് സിബ് വെക്കരുത്, ബ്ലൗസിന് ക്രോപ്പ് ടോപ്പിനൊന്നും വെക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മുടെ വേസ്റ്റ് ഭാഗം കറക്റ്റ് ഫിറ്റിലായിരിക്കുമല്ലോ, അപ്പോൾ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബ്ലൗസ് ഇടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരാളുടെ സഹായം വേണമെന്നില്ല, നമുക്ക് സുഖമായിട്ട് കൈ എത്തിച്ച് സിബ് അടച്ചിടാം. പിന്നെ അടിഭാഗത്ത് നമ്മൾ ബ്രായുടെ ഹുക്ക് ഇടൂല, അതേപോലെ തന്നെ ഇതിന് ഹുക്ക് ഇട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പക്ഷേ സ്ലീവ് വെക്കണം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സ്ലീവ് നമ്മളൊരു പാറ്റേൺ വർക്കിലാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഒന്ന് രണ്ട് സ്ലീവുകൾ കൂടെ ഞാൻ എക്സ്ട്രാ കാണിച്ചു തരാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡലായിട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കേ അതൊക്കെ നല്ല കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ സൈഡ് നമ്മൾ ക്രോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. മറ്റേ സൈഡിൽ നേരെയാണ്, ഈ സൈഡിൽ മാത്രം നമ്മൾ ക്രോസ് ആയിട്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് നല്ല ഫിറ്റിങ്ങിൽ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കി കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചൊന്നും വെട്ടിയിട്ടില്ല. കയ്യിൽ നമുക്ക് മറ്റേ നല്ല പീസൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം കേട്ടോ. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ലീവൊക്കെ അടിച്ച് മറിച്ചെടുക്കുക. അതിനായിട്ട് ആ റേഞ്ച് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇത് സാരിയിൽ നിന്ന് കിട്ടിയ ബ്ലൗസാണ്, വിത്ത് ബ്ലൗസാണ്. അതാണ് ബ്ലൗസിൻ്റെ ബോഡിയിൽ വേറെ പ്രിൻറ്റും സ്ലീവിൽ വേറെ പ്രിൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സാരിയാണ്, ഫ്ലോയി സാരിയാണ്. അപ്പോൾ കളറും നല്ലതാണ്, പീച്ച് കളറ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് ബ്ലൗസ് തയ്ച്ചിട്ട് അങ്ങനെ ഇടുന്നവർക്ക് ഇടാം. പിന്നെ ചിലർക്ക് ഇത്തിരി പാറ്റേണായിട്ട് ചെയ്യണമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതേ മോഡലൊക്കെ ചെയ്തിടാം കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മലയാളിയുടെ അല്ല, ഒരു കർണാടകക്കാരിയുടെ ബ്ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പാറ്റേൺസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പാറ്റേൺ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ പാറ്റേൺ വർക്കിന് എക്സ്ട്രാ നമ്മൾ എന്താ പറയുക, പേയ്മെൻറ്റ് വാങ്ങിക്കും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൗസിന് ഞാൻ വാങ്ങിക്കുന്നത് ഇതുപോലെ ലൈനിങ് ഇട്ടൊരു ബ്ലൗസ് തയ്ക്കുന്നതിന് 600 രൂപയാണ്. പക്ഷേ പാറ്റേൺ വർക്ക് ചെയ്യുമ്പോൾ 100 രൂപ 150 രൂപ അങ്ങനെ എക്സ്ട്രാ വാങ്ങിക്കും. സമയം പോണ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ലൈനിങ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ രണ്ട് ലൈനിങ് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് നമ്മളൊന്ന് കുഴിച്ച് വെട്ടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നോർമലായിട്ട് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് 400 രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ചാർജ്. അത് പലയിടത്തും വ്യത്യാസം ഉണ്ടാവട്ടെ. ഇതിപ്പോൾ എറണാകുളം സിറ്റി ആയതുകൊണ്ടാണ് ഇത്രയും. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഇതിനേക്കാളും ചാർജ് കൂടി ഒരു ബ്ലൗസിന് 1000 രൂപ വരെ വാങ്ങിക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ശരിക്കും ഈ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. 600 രൂപയൊക്കെ വളരെ കുറവാണ് കേട്ടോ, നോർമൽ പ്രൈസാണ് ഇവിടെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിന് 12,000 രൂപ റെൻ്റ് ഉണ്ടേ. പിന്നെ കറണ്ട് ചാർജ്, സ്റ്റാഫിൻ്റെ എമൗണ്ട് കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്കത് വലിയ ലാഭമായിട്ടല്ല. ആൾക്കാരായിരിക്കും 2 ബ്ലൗസ് തയ്ച്ചാൽ മതിയല്ലോ ഒരു ദിവസം എന്ന്. പക്ഷെ അതുപോലെ നമുക്ക് ചിലവും കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൽ പാറ്റേൺ ചെയ്യാനായിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോൾ ഫുട്ടില്ലേ, റോൾ ഫുട്ട് വെച്ചിട്ട് ചെറുതായിട്ട് റോള് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2 സൈഡും ഇതേപോലെ റോള് ചെയ്തെടുക്കും. എന്നിട്ടാണ് നമ്മുടെ ബ്ലൗസിലേക്ക് ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നീളത്തിൽ അടിച്ചെടുത്തതിന് ശേഷം അതിനെ കുനുകുനാന്ന് ഞെറിവിട്ട് അടിച്ചിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്കൊന്ന്
അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഇതുപോലെയാണ് ഞാൻ അറ്റാച്ച് ചെയ്തത്. ഒരു സ്ലീവിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ലീവിൽ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാനൊന്ന് പരീക്ഷിക്കും. മനസ്സിലായോ? ഒറ്റയടിക്ക് അങ്ങ് വെക്കൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യണ വർക്കല്ലല്ലോ. എപ്പോഴും ചെയ്യണ വർക്കാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അതാ നോക്കി, എന്താ നമ്മൾ 2 സൈഡിലും റോൾ ഫുട്ട് വെച്ച് റോൾ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തൂടെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് പ്ലേറ്റ്സ് ഇടുന്ന നടുഭാഗത്തൂടെ തന്നെ പോകണം കേട്ടോ. പിന്നെ തള്ളി തള്ളി കൊടുത്താൽ മതി. ഞൊറിവായിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഇടുകയല്ല വേണ്ടത്, കുഞ്ഞു ഞൊറിവാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ നെറ്റ് വെച്ചും ചെയ്യാം കേട്ടോ. നെറ്റ് വെച്ച് ചെയ്തിട്ട് നമ്മൾ ഉടുപ്പ് നെറ്റിൻ്റെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്ലീവൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. 4 സ്റ്റെപ്പായിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ തുണിയിൽ വെക്കണമല്ലോ. അപ്പോൾ അതാ നോക്കി, നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് നമ്മളത് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ അത് ഇങ്ങനെ മടങ്ങി കയറി ഒന്നും വരരുത്, നീറ്റായിട്ട് പിടിപ്പിക്കണം കേട്ടോ. അതായത് വേണ്ട മടങ്ങണം കേട്ടോ, ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നൂലിങ്ങനെ വലിഞ്ഞ് കയറുവേ. അപ്പോൾ അതിങ്ങനെ കുറച്ചൊന്ന് കെയർ ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു എന്താ പറയുക, ബോറടി ആയിട്ട് തോന്നില്ല. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അറ്റം വരെ നമുക്കിങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഇതിലിങ്ങനെ ഒരു പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ആ പ്രിൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 2 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ അത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അളക്കാണ്ട് അങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനത് വെച്ച് കൊടുത്തത്. ഓക്കെ, അറ്റം വരെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇപ്പുറം വെച്ച് കൊടുക്കുക. അങ്ങനെ 4 സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇത് ചെറിയ സ്ലീവ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വിഷമമൊന്നും തോന്നിയില്ല. കുറേ അടിക്കണമെങ്കിൽ നമുക്ക് കുറേ നേരമൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലേ മടുക്കും. ഇതാകുമ്പോൾ മടുക്കൂല. പിന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ ചൊറിയണ പണിയുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചൊറിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ കുഞ്ഞു മക്കളുടെ ഉടുപ്പുകളൊക്കെ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അത് കുറച്ച് പാറ്റേണൊക്കെ ആക്കി കഴിഞ്ഞ് അതാരെങ്കിലും കണ്ടു കഴിയുമ്പോൾ അടിപൊളിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ സ്ലീവിൽ ഇങ്ങനെ ആ ഡിസൈൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക, പിരിഞ്ഞൊന്നും പോകരുതേ. പിരിഞ്ഞ് പോവാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിരിഞ്ഞ് പോയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഇതിൻ്റെ നല്ല വശം അടി പോവും. നല്ല വശം മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഇത് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മനസ്സിലായില്ലേ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന്? അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഒക്കെ. ഇപ്പോൾ മുകളിലേക്ക് വേണ്ട, കൈൻ്റെ തുമ്പത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം അടുപ്പിച്ചോ 2 എണ്ണം അടുപ്പിച്ചോ വെച്ച് കൊടുത്താലും മതി. ഇതിലിപ്പോൾ ഞാൻ കയ്യിൽ ഓൾ ഓവർ വരുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കൈവണ്ണം മാർക്ക് ചെയ്യണം. പിന്നെ കൈക്കുഴി അകത്ത് വെട്ടിയതൊക്കെ കണ്ടിരുന്നല്ലോ അല്ലേ, ഫ്രണ്ട് സൈഡ് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു പ്രത്യേക ഭംഗി വന്നിട്ടില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മോഡലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അടുത്തതായിട്ട് വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതേ മോഡലൊക്കെ ചെയ്യണത്. ചിലപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിൽ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ. അടുത്ത ബ്ലൗസ് ഞാനൊന്ന് എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ബ്ലൗസ്. ഇതൊരു ആഷ് കളറിൽ ബ്ലാക്ക് ഡിസൈനുള്ള ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ്. ഇത് നെക്കിൽ ഞാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ഗ്യാപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതിനും ഉണ്ട് കേട്ടോ, ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ തന്നെയാണ് കേട്ടോ ബ്ലൗസ്. സ്ലീവിൽ ഒരു ഹോളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തില്ല കേട്ടോ. അതിലും കൂടെ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ഇച്ചിരി സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത്രയും കൊടുത്തില്ല. പിന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്കിൽ നമ്മൾ അതേപോലെ ഒരു ഷേപ്പിൽ ഒരു ഹോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിലും കൂടെ ഇങ്ങനെ ഹോളൊക്കെ വെക്കുമ്പോൾ അവിടെ സിബ് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സൈഡിൽ സിബ് വെച്ച് കൊടുക്കും. കണ്ടോ, സൈഡിലാണ് നമ്മൾ സിബ് വെച്ചിട്ടുള്ളത്. അവിടെ ഹുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങിൽ തയ്ച്ചിട്ട് വേണം നമുക്ക് സൈഡിൽ സിബൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബൊട്ടിക്ക് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഈ മോഡലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. നോർമലായിട്ടുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ ഇത്രയും ഇതൊന്നുമില്ല. ബൊട്ടിക്കിലൊക്കെ ആകുമ്പോൾ ഇതേപോലത്തെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണം, നല്ല എമൗണ്ടും കിട്ടും കേട്ടോ. നമുക്ക് നല്ല ചാർജും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നോക്കി ഇഷ്ടമായോ? പിന്നെ കൈയിൻ്റെ 2 കൈയിൽ നമ്മൾ ഹോളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻഡ് ഭാഗത്ത്, സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് ബ്ലാക്ക് മെറ്റീരിയൽ വെച്ച് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നെക്ക് കണ്ടോ,
കണ്ടോ, അത് ഇവിടെ ഒരു ഹോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മണിയൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കറുത്ത മണി ഇതായി ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതും ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ, ഇനിയൊരു മോഡലും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത മോഡൽ. ഇത് ഞാൻ പ്രിൻസസ് കട്ട് മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഫ്രണ്ടിൽ നടുഭാഗത്ത് ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, നെക്കിൽ ഇതാ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിസൈൻ പ്രിൻറ്റഡ് സാരിയാണ്. ആ സാരിയുടെ കഷ്ണം വെച്ച് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് നോക്കിയേ, ഫ്ലാപ്പ് പോലെ വരുന്ന ഒരു സ്ലീവാണ് കേട്ടോ. ഈ മോഡൽ സ്ലീവൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മോഡൽ സ്ലീവൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലും പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ നോക്കിയാൽ ബാക്കിൽ പുട്ട്ലി ബട്ടണാണ് വെച്ചിട്ടുള്ളത്, കണ്ടോ. ഇത് മുത്ത് വെച്ചിട്ടാണ് കേട്ടോ പുട്ട്ലി ബട്ടൺ ചെയ്തിട്ടുള്ളത്. തെർമോക്കോൾ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് മാല വാങ്ങിച്ചിട്ട് അതിൻ്റെ മുത്ത് വെച്ചിട്ടാണ് പുട്ട്ലി ബട്ടൺ. അത് സാരിയുടെ കഷ്ണം വെച്ച് പല കളറ് ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനും സൈഡിലാണ് സിബ് ഉള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട്ലി ബട്ടൻ്റെ ആ ഭാഗത്തൊക്കെ സിബ് വെച്ചാൽ വെക്കാനും ബുദ്ധിമുട്ടാണ്, അത് വെച്ചാൽ അത്ര ഫിനിഷിങ്ങും വരില്ല. അപ്പോൾ എങ്ങനെ മോഡലൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ലിസ്റ്റും ഫോൺ നമ്പറൊക്കെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം. തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും. മുഴുവൻ പഠിക്കാൻ വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്തോളൂ.